പാൽപാത്രം അറിയാതെ തട്ടി താഴെ വീണതല്ല, അറിഞ്ഞോടെ കരുതിക്കുട്ടി ദേഷ്യത്തോടെ പാൽപാത്രം തട്ടി താഴെയിട്ടതാണ്. നമ്മൾ അവരെ എവിടെ പറഞ്ഞു വിട്ടാ സച്ചി പ്രശ്നം ഉണ്ടാക്കും, വഴക്കിൽ വരും. എന്തിനാ അവരുടെ വർഷം? ഇതൊക്കെ കാണുമ്പോ എനിക്ക് ചെറിയൊരു സംശയം. സംശയം ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടേ. ഓരോ സ്കൂളുകളും ചങ്ങാതിക്കൽ വീടുമായി ബന്ധപ്പെട്ട് അവരുടേതായ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അമ്മമ്മയുടെ സ്കൂളിൽ സ്വപ്ന വീട് ചിത്രരചന മത്സരം നടത്തിയിട്ടുണ്ട്. അതായത് കണ്ടോ, മോളുടെ വീട് എങ്ങനെയാണ് കുട്ടികൾ പഠിപ്പിക്കുന്നതല്ലേ? അയ്യോ, ഇതില് പല വീടുകളും വയ്ക്കണമെങ്കിൽ കോടികൾ വേണമല്ലോ. എന്നാലും ചങ്ങാതിയുടെ വീട് എല്ലാവരുടെയും സ്വപ്നമാവുന്നതിന്റെ ഒരു സൗന്ദര്യമുണ്ടേ. മീനുമോളുടെ വീട് എന്നുള്ളത് ഇപ്പൊ കണ്ണീറ്റികയിലെ എല്ലാ കുട്ടികളുടെയും സ്വപ്നമാണ്. അങ്ങനെ കേരളത്തിലെ പല സ്കൂളിലും കൂട്ടുകാരുടെ വീടിനായി സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട്. അതൊരു വലിയ കാര്യമാണ്. മീനുമോളുടെ വീടിന്റെ പണി ഉടനെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വേഗത്തിലാവട്ടെ. പരിപാടി ഓക്കെ ആയിട്ടുണ്ട്. അതെന്താ ഊപ്പി? ഓക്കെ അറിയില്ല മമ്മിക്ക്? എനിക്കറിയാം, അത് വെച്ച് ഹോസ്പിറ്റലിൽ ഊപ്പി. അമ്മാമ്മ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അടിപൊളിയെ. ഇനി ഞങ്ങളുടെ ഭാഷ കൂടി പഠിക്കണം. നിങ്ങൾക്ക് വേറെ ഭാഷയുണ്ടോ? ജെൻസി സ്ലാങ് ഉണ്ട്, വാക്കുകളുണ്ട്. എന്ന് വെച്ചാ Welcome to Connecting with Titan. I'm ready to follow your music. Bluetooth mode. ഇതിലും വേറെ ഏതെങ്കിലും ഭാഷ പഠിക്കുന്ന എന്റെ കല്ലൂസേ, ഇത് കഷ്ടമാണ്. ഞങ്ങളുടെ കോൺഫിഡൻസ് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. FM mode.